കഴുത്തി പിടിച്ചാ എറാവന അണ്ണോ മറ്റേ താനൊക്കെ കാണിച്ചു പറഞ്ഞോ മകളെ പുലിയൂര് പോണ വഴിയത് അവിടെ പുലി ഇറങ്ങി മുരുകനെ തപ്പി ഇറങ്ങി മൈനിറങ്ങി ഭയങ്കര ബഹളം. ഏത് മുരുകൻ? മകളെ വേലിറങ്ങി പുലിയെ പിടിക്കുന്ന ചക്കിയുടെ അച്ഛൻ. ആ നമ്മളെ ജംഗിളി റമ്മിയുടെ മരുമ. ആരോട് അവന് കൊഞ്ചം പുറിയറ മാതിരി എവ്വളോ നാളാച്ചടേ പൊണ്ടാട്ടി കൂടെ വിളയാടിയിട്ട്. എത്ര നാളായിട്ട് അണ്ണന്റെ പെണ്ണുമ്പിള്ളയായിട്ട് പരിപാടി തുടങ്ങിയിട്ട്? 2 കൊല്ലമായി. അപ്പോഴേ சொன்னല്ലേ പെമ്പല നമ്പല ഊപ്പലാന്ന്. ആമാ ആണാ അതൊന്നും എനിക്ക് കവളയല്ലേ. നീ എൻ മുൻസുണ്ടി പാത്തതേ ഇല്ലടാ. അണ്ണന്റെ മുന്നും കൊണ്ടി നീ കണ്ടിട്ടില്ലെന്ന്. ഷൺമുഖണ്ണ കണ്ണന്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒളിച്ചോടിയത്. സതിക്കിടയിൽ വഞ്ചന. யாரண்ணா சதி வஞ்சனே பொம்பளையா? சதி உன்னோட அம்மா மூடிட்டு நிலா புறம்போக்கு எവിടുന്ന് കിട്ടണം നിനക്ക് ഈ പാണ്ഡ്യ? അണ്ണനും പാണ്ഡ്യൻ. നീ പറയടാ എന്റെ ഭാര്യ ഇപ്പൊ അവിടെ ഉണ്ട്. അത് പറഞ്ഞ അവൾ എന്നെ കൊല്ലും. പിന്നെ ഞാൻ എന്നെ പിടിച്ച് ഉമ്മ വെക്കോ? പുത്തൂരിന്ന് കല്യാണാലോചന. മോനെ അമ്മയ്ക്കാണേലും പെങ്ങക്കാണേലും ഈ ഏരിയയിൽ ഒരുത്തന് ശരിയല്ല. പിഴയെന്ന് പറഞ്ഞ അറുപ്പ. എന്തിനു പറയണം? ഈ നിൽക്കുന്ന ഇവൻ പോലും ഭൂലോക പിഴ. കണ്ടില്ലേ കള്ളും കഞ്ചാവൊക്കെ ആയിട്ട് MDMA തുടങ്ങിയാലോ എന്നൊരു ആലോചന. ആ നല്ലത്. അല്ല ആര് പയ്യെ ചിലപ്പോ മോനെ ഈ പിഴ. അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്നെ വരുമെന്ന്. എന്നത്തേക്കാ കല്യാണം? പള്ളിക്ക് എന്നാ മൊല്ലാക്ക വാളിട്ടുണ്ടാവും. ചേട്ടാ ഇവിടെ ശേഖരൻ പിള്ളയുടെ വീട് അവിടെ. ഒരു മോനുണ്ട് വിനു. അതാ രണ്ടാമത്തെ കാര്യം. പെങ്ങൾക്ക് ഒരു കല്യാണാലോചന എടാ വിനു, എന്താ ചേട്ടാ? ഇതൊക്കെ തിരക്കിട്ട് വേണ്ട നീ ഇറങ്ങി തിരിക്കാൻ. തന്തേക്കാൾ മോശം. തന്ന ഭൂലോക തെറ്റ. അവന്റെ കഥകള് കേൾക്കണം. കഴിഞ്ഞ ആഴ്ച കഞ്ചാടിച്ച് ഇതുവരെ തുണിയില്ലാണ്ട് നോക്കി. പിന്നെ ഞങ്ങളല്ലേ വാള കെട്ടി വീട്ടിൽ കൊണ്ടാക്കി. അതുകൊണ്ട് പെങ്ങളല്ല മടത്തിലോ നമ്മളെ പോലുള്ള മാന്യന്മാർക്കെല്ലാം കിട്ടിക്കുന്നു. വേണ്ട, ഞാൻ മടത്തി ചേർത്തോളാം. പറഞ്ഞ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം നശിച്ചുകൊണ്ടിരിക്കുക. സത്യം. അവന്റെ കയ്യിൽ സിഗരറ്റിന്റെ പാക്കറ്റ്. എന്താ കയ്യിലെന്തോ ഒരു പാക്കറ്റ് സിഗരറ്റ്. ഇതെന്താ അപ്പൂപ്പന്? പ്രായമൊക്കെ കഴിഞ്ഞ് തന്നെ വന്നു. പിന്നെ ജനിക്കുമ്പോഴേ കൂടെ നേരെ കാണൂലല്ലോ മോള. കൈ കൂപ്പി നിന്നിട്ടുണ്ട് നിന്റെ അച്ഛൻ്റെ അടുത്ത്. അച്ഛനറിയൂ? പിന്നെ ഇതുകൊണ്ട് അപ്പൂപ്പനോട് കളം വലിച്ച് ചാവട്ടെ. ആരാ? ക്യാമറ? ക്യാമറ? എന്താ ക്യാമറമാനാ? അതെ ക്യാമറമാനാ. എന്താ വേണ്ടേ? അതൊരു സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ ഈ ലൈബ്രറി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നു. സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പുള്ള കണസോണസ് അല്ലേ? അതെ. ഇല്ല അതിവിടെ പറ്റും. ഞാൻ 2 ദിവസം ഇവിടെ ഇല്ല. സോ നീ പട്ടിക്ക് ഫുഡ് മേടിച്ചു കൊടുക്കണം. അണ്ണാ പട്ടിക്ക് ഡിഗ്രി വെച്ചു കൊടുത്താൽ പട്ടിക്ക് ഡിഗ്രി മാത്രം ആക്കണ്ട, എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കും. അണ്ണ ഒരു സംശയം പറടാ. അണ്ണ ഗീ പൊറോട്ട വേണോ, കൊത്തു പൊറോട്ട വേണോ, അത് നമ്മളെ ബൺ പൊറോട്ട വേണോ, കേരള പൊറോട്ട വേണോ, ഇടുക്കിയിലെ പൊറോട്ട വേണോ? അന്റാർട്ടിക്കൻ പൊറോട്ട കിട്ടോ? അന്റാർട്ടിക്ക വരെ പോണം. അണ്ണാണെങ്കിൽ അത് പോവാം. ഞാൻ ഒരു പൊറോട്ട വാങ്ങിച്ചു കൊടുക്കാം പട്ടിക്ക് തിന്നാൻ തന്നെ. അണ്ണ ചൂട് പൊറോട്ട വേണോ, തണുത്ത പൊറോട്ട വേണോ? ചൂട്. അണ്ണ അടിച്ച പൊറോട്ട വേണോ, അടിക്കുന്ന പൊറോട്ട വേണോ? നിന്റെ അലവ് ഞാൻ അടിച്ചാൻ പൊട്ടി. പിന്നെ പട്ടിക്ക് ചിക്കനും പൊറോട്ടയും എല്ലാം മതി, അതും തിന്നതിന് ശേഷം. അയ്യോ മെമ്പറല്ലേ, എന്താ പറ്റിയതാ? ജോലിയില്ലാത്ത ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലേ? എന്റെ അമ്മണിയമ്മ, നിങ്ങൾ ഒരു ദിവസം ഇവിടെ ഉച്ചയ്ക്ക് ഇരിക്കുമ്പോ തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് അയ്യോ തൊട്ടപ്പുറത്തെ വീട്ടിലെ കാർന്ന് ഒരു തലയും കുത്തി ദേ ബാത്റൂമിൽ കിടക്കും. ഇവിടുത്തെ സകല ചേച്ചിമാരും ഓടിക്കൂടി. എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നെടുത്ത് പൊക്കണമെങ്കിൽ ആര് വരണം? അയൽപ്പക്കത്തെ
ജോലിയില്ലാത്ത ചെറുപ്പക്കാരൻ വരണം. അത് ശരിയാ. ഒരു കല്യാണം വന്ന ഓടി നടക്കാൻ, ഒന്ന് പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കാൻ, ഞായറാഴ്ച ഇറച്ചി മീനും മേടിക്കാൻ, പുറത്ത് ടൗണിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൊക്കെ ഒന്ന് കാണിക്കണ്ടേ. അതുപോലെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ട് അലമ്പത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തട്ടും തട്ടി വിടാൻ. ഇതിനൊക്കെ ഒരയൽപ്പക്കത്ത് ഒരു ജോലിയില്ലാത്ത ചെറുപ്പക്കാരെങ്കിലും വേണ്ടേ? അല്ല, അതൊരു ആവശ്യമല്ലേ? അത് നന്നോളൂ. അച്ഛാ, ഞങ്ങൾക്ക് സ്കൂളിൽ ടൂറ് പോവാൻ കുറച്ച് പൈസ വേണമായിരുന്നു. എന്തോന്നാ മോണാക്ട് മിമിക്രി ഒരുമിച്ചാ മാറിയില്ല. എടാ, ഞാനൊക്കെ പഠിച്ചോണ്ടിരുന്ന സമയത്തെ കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെ പൊക്കോണ്ടിരുന്നു. പിന്നെ പഠിക്കണമെങ്കിൽ പോസ്റ്റിന്റെ വെട്ടത്തിന്റെ അടിയിരുന്നാലേ പാച്ചാൻ പറ്റത്തുള്ളായിരിക്കും. ഇതിന്ന് ഞാൻ 5 ചോദ്യം ചോദിക്കും. ഓരോ ചോദ്യത്തിനും 1000 രൂപ. എന്താണ് ഗ്ലോബൽ വാർമിംഗ്? നല്ല പോഷകമുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവ്. അറിഞ്ഞൂടെ 1000 കട്ടെ. എന്താണ് ന്യൂട്ടന്റെ രണ്ടാമത്തെ ചലന നിയമം? ന്യൂട്ടന്റെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ഇടയിലുള്ള ചലനമാണ് രണ്ടാം ചലന നിയമം. എടാ, അത് ഭയങ്കര സംഭവമായി പോയല്ലോടാ. അത് ഭയങ്കര സംഭവം. ഒന്നും അവധിയൊക്കെ ഉണ്ടായിരുന്നു. 2000 കട്ടെ. അടുത്ത കെമിസ്ട്രി എന്ന് പറഞ്ഞ കെമിക്കൽ ലൈം സോഡയുടെ ഫോർമുല ഞാൻ പറയാം. ആദ്യം 2 ചെറുനാരങ്ങ എടുത്തിട്ട് പിന്നെ ഒരു സോഡ എടുത്തിട്ട് 3000. വെള്ളം വലിയ ഒഴിക്കുന്ന ഡയറക്റ്റ് സോഡ കഴിക്കൂ. 2000 രൂപ തൂക്കി. ഇനി 1000 കിട്ടിയിട്ട് എന്തിനു മന്തി തിന്നാ? അല്ല, അച്ഛനും എങ്ങനെ അറിയില്ല? ഒരു ചോദ്യം ചോദിച്ചാൽ അതെ, കേരളത്തിന്റെ തലസ്ഥാനം ഏതാ? ഇന്ത്യ. ഇവനാണ് ഞങ്ങളുടെ ബാംഗ്ലൂർ ചങ്ക് രംഗ. ഇവൻ 6 മാസം ബാംഗ്ലൂരും 6 മാസം കേരളത്തിലുമാണ്. ഇവൻ നാട്ടിലെത്തിയാൽ ഞങ്ങൾക്ക് ഒരു ഹരമാണ്. നമുക്കുള്ള കഴിക്കാൻ പോലോ, കുഷ്ക കഴിക്കാൻ പോലെ നമുക്ക്. അല്ലെങ്കിൽ ഇവിടെ കുസ്കു ഒന്നും കിട്ടില്ല, ഷവർമ വേണം കഴിക്കാം. അങ്ങനെയാണ് ഊമ്പർ വിളി. അതിലിപ്പോ ഇവിടെ ഊമ്പർ അറിയത്തില്ല. ഇവിടെ ഫോണിൽ ബൈക്ക് സൈക്കിളൊക്കെ എടുത്തില്ല. ഊബർ അതന്നെ അത്. സുപ്രാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പോലീസ് ആയാൽ മതി. ഒരു പോലീസ് ഓളുടെ മോനെ പോലീസ് ആക്കണെങ്കിൽ എന്റെ മോനെ ഞാൻ കള്ളനാക്കും. എന്നിട്ട് ഓളുടെ മോൻ സൂപ്പർ ഉണ്ടല്ലോ, എന്റെ മോനെ പിടിച്ചാ കിട്ടാണ്ട് ഇങ്ങനെ നാട്ടക്കണം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.